ഹലോ, അങ്ങനെ നമ്മുടെ വാഗമൺ സീരീസിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ലഞ്ച് ബോക്സിലോട്ട് കടന്നിരിക്കുകയാണ് കേട്ടോ. എല്ലാ ദിവസവും വിചാരിക്കും ഒരു ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ചെയ്യണം. കാരണം ഇവർ എല്ലാ ദിവസവും ജോലിക്ക് പോകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ചോറുണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷേ ആ ടൈമിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോകും. അതാണ് സത്യം. പിന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ എടുത്തപ്പോഴത്തേക്കും ആണെങ്കിൽ ഭയങ്കരമായ ബഹളം കേട്ടോ ഒരാളവിടെ നിന്നിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, കാരണം അവനെയും കൂടി ഒന്ന് കാണിച്ചേക്ക്. അവനെ കാണിക്കാഞ്ഞിട്ടൊന്നും അല്ല അവൻ ബഹളം വെക്കുന്നത്, കറികളുടെ സ്മെല്ല് വന്നിട്ടാണ്. കാരണം കുട്ടൂസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കറികളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്കും ഭയങ്കര ഫേവറേറ്റാണ് ഈ കറികളെ. പൊതുവേ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള കറികളാണ് ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഈ ഷോർട്സ് കാണുന്നവർക്ക് ഇഷ്ടമുള്ള കറികൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ ആ കറികൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. കണ്ണനൊക്കെ ആ കറി ഉണ്ടാക്കി കൊടുക്കാൻ നോക്കാം. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറികൾ കമൻറ്റ് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാൻ ഇഷ്ടമുള്ള കറികൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കക്കാർച്ചി റോസ്റ്റാണോ അതോ മെഴുക്കുരട്ടിയാണോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. ഞാൻ ഒരു മെഴുക്കുരട്ടി പോലെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് താറാമുട്ട വറുത്തത് കേട്ടോ. ചില നാട്ടിലൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ടയാണെങ്കിൽ മഞ്ഞ നിറത്തിൽ തന്നെ ആയിരിക്കും. ഇത് മഞ്ഞയ്ക്ക് ഇരിക്കാത്തത് വേറൊന്നുമല്ല, മറ്റേ നമ്മുടെ നാട്ടിൽ ചെമ്മീത്തല കൂടുതലായിട്ട് കഴിക്കുന്ന താറാവുള്ളത്. അപ്പോൾ അതിൻ്റെ മുട്ടയെല്ലാം ഈ നിറത്തിലേ ഇരിക്കുകയുള്ളൂ, അല്ലാണ്ട് മുളക് പൊടി ആഡ് ചെയ്തിട്ടല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. ശംഖുവിന് വേറെ കറിപ്പാത്രത്തിൽ എടുത്തു കേട്ടോ കക്കാർച്ചി, അതാണ് കൂടെ കാണാത്തത്. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ഇഷ്ടമുള്ള കറി കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.